സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം താനല്ല മുറിച്ചതെന്നും പോലീസ് സത്യം വളച്ചൊടിച്ചു എന്നുമുള്ള നിർണായക വെളിപ്പെടുത്തലുമായി പെൺകുട്ടി. ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് ഗംഗേശാനന്ദയുടെ അഭിഭാഷകന് പെൺകുട്ടി കത്തയച്ചു. ലൈംഗികാതിക്രമത്തിനിടെയാണ് താൻ ജനനേന്ദ്രിയം മുറിച്ചതെന്ന മൊഴി കെട്ടിച്ചമച്ചതാണെന്നും ഗംഗേശാനന്ദ തന്നെ ഒരിക്കലും പീഡിപ്പിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കുന്ന കത്ത് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കി. അതേസമയം തന്നെ സ്വാമി ഗംഗേശാനന്ദ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നതുൾപ്പെടെ വ്യക്തമാക്കുന്ന സെക്ഷൻ 164 മൊഴിക്ക് വിരുദ്ധമാണ് പെൺകുട്ടി കത്തിലൂടെ നടത്തിയിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തൽ. ലൈംഗിക അതിക്രമത്തിനിടെ സ്വാമി ഗംഗേശാനന്ദയുടെ ലിംഗം ഛേദിച്ചെന്ന സംഭവം പുതിയ വഴിത്തിരിവിലേക്ക് പോവുകയാണ്. ലൈംഗിക അതിക്രമത്തിനിടെ സന്യാസിയുടെ ജനനേന്ദ്രിയം മുറിച്ചെന്ന കേസിൽ നിർണായകമായ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കേസിൽ ധീരമായ കൃത്യത്തിന് അഭിനന്ദനം ഏറ്റുവാങ്ങിയ പെൺകുട്ടിയാണ്. സ്വാമി ഗംഗേശാനന്ദയുടെ ലിംഗം ഛേദിച്ചത് താനല്ലെന്ന വെളിപ്പെടുത്തലാണ് പെൺകുട്ടി നടത്തിയിരിക്കുന്നത്. സംഭവത്തിൽ താൻ ഇരയാക്കപ്പെട്ടതാണെന്നും മൊഴി പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും പരാമർശമുള്ള യുവതിയുടെ പേരിലുള്ള കത്താണ് പുറത്തുവന്നത്. തന്നെ മകളെപ്പോലെയാണ് ഗംഗേശാനന്ദ കണ്ടിരുന്നത്. ഒരിക്കലും തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടില്ല. അയ്യപ്പദാസ് എന്നയാളെ തനിക്കും കുടുംബത്തിനും ഗംഗേശാനന്ദയ്ക്കും പരിചയമുണ്ട്. സ്വാമി പണം അപഹരിക്കുകയാണെന്ന് അയ്യപ്പദാസാണ് തെറ്റിദ്ധരിപ്പിച്ചത്. എന്നാൽ അയ്യപ്പദാസിനെ കൂടാതെ മനോജ് മുരളി, അജിത് കുമാർ എന്നിവർ ചേർന്ന് ഗംഗേശാനന്ദയ്ക്കെതിരെ ഗൂഢാലോചന നടത്തിയതായി പിന്നീട് മനസ്സിലായി. തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചാണ് പെൺകുട്ടി ഗംഗേശാനന്ദയുടെ അഭിഭാഷകന് കത്തയച്ചത്. കത്തി നൽകിയതും ജനനേന്ദ്രിയം മുറിക്കാൻ നിർദ്ദേശിച്ചതും അയ്യപ്പദാസാണ്. എന്നാൽ സംഭവ ദിവസം രാത്രി ഗംഗേശാനന്ദയുടെ അടുത്ത് പോയെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് ഗംഗേശാനന്ദയുടെ നിലവിളി കേട്ടപ്പോൾ താൻ വീടിന് പുറത്തേക്ക് ഓടുകയായിരുന്നു. കത്ത് തൻ്റേതാണെന്ന് പെൺകുട്ടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ 164 സ്റ്റേറ്റ്മെന്റിന് ഘടകവിരുദ്ധമാണ് ഇപ്പോഴത്തെ കത്ത്. തനിക്ക് ലഭിച്ച കത്ത് കോടതിയിൽ ഹാജരാക്കിയതായി സ്വാമി ഗംഗേശാനന്ദയുടെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ പറഞ്ഞു. കത്തിന്റെ ആധികാരികത പരിശോധിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്നും അജിത് കുമാർ വ്യക്തമാക്കി. ഈ പോലീസ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റും മജിസ്ട്രേറ്റ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റും ഒന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല, കറക്റ്റ് ഫാക്ട്സ് അല്ല. ഇത് യഥാർത്ഥത്തിൽ ഇതിനകത്തൊരു വലിയ കോൺസ്പിറസി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള വളരെ വെരി സീരിയസ് അലിഗേഷൻസ്. ഗംഗേശാനന്ദയ്ക്ക് വേണ്ടി സമർപ്പിച്ച ജാമ്യാപേക്ഷയോടൊപ്പമാണ് യുവതിയുടെ പേരിലുള്ള കത്തും അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചത്. ഈ മാസം 19-ന് സ്വാമി ഗംഗേശാനന്ദയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മിനിമം വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രി നഴ്സുമാർ ഈ മാസം 18 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. ലേബർ കമ്മീഷണറുടെയും തൊഴിൽ വകുപ്പ് സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ മാനേജ്മെന്റുകളുമായി നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം. യോഗത്തിൽ സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശം മാനേജ്മെന്റുകൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. മിനിമം വേതനം 22,000 രൂപയാക്കി ഉയർത്തണമെന്നായിരുന്നു സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ ആവശ്യം. എന്നാൽ മിനിമം വേതനം 12,000-ൽ അധികമായി ഉയർത്താനാകില്ല എന്ന നിലപാടാണ് മാനേജ്മെന്റുകൾ സ്വീകരിച്ചത്. 18,000 രൂപ വരെ മിനിമം വേതനം നൽകണമെന്ന നിലപാട് സർക്കാർ മുന്നോട്ട് വെച്ചെങ്കിലും അത് മാനേജ്മെന്റുകൾ അംഗീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ നഴ്സുമാർ തീരുമാനിച്ചത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ജാസ്മിൻ ഷാ ചർച്ചകളോട് ഉടനീളം വളരെ ധിക്കാരപരമായ നടപടികളാണ് ഇപ്പോഴും സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 18-ാം തീയതി മുതൽ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സംഘടന തീരുമാനം. ഈ മാസം 18 മുതലാണ് എല്ലാ ജോലികളും ഒഴിവാക്കിയുള്ള നഴ്സുമാരുടെ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നഴ്സുമാർക്ക് മാത്രമായി ശമ്പളം വർദ്ധിപ്പിച്ചു നൽകാൻ സാധിക്കില്ലെന്നും അവർ ആവശ്യപ്പെടുന്ന വർധനവ് ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും മാനേജ്മെന്റുകൾ വ്യക്തമാക്കി. ഫാദർ തോമസ് വൈക്കത്തുപറമ്പിൽ ഇപ്പോഴുള്ള പ്രപ്പോസൽ ചിലതൊക്കെ വന്നിരിക്കുന്നത് 120% ഉള്ള സാലറി ഹൈക്കാണ്. ഈ സാലറി ഹൈക്ക് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഫൈനലി വന്ന് തീരുന്നത് പാവപ്പെട്ട രോഗികളുടെ മേൽ തന്നെയാണ്. ഒരു മാനേജ്മെന്റും അല്ലാതെ ഈ പറയുന്ന എമൗണ്ട് സാലറി വേറെ രീതിയിൽ എടുത്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. നിലവിൽ 8,500 രൂപ മുതൽ 9,500 രൂപ വരെയാണ് സ്വകാര്യ നഴ്സിംഗ് മേഖലയിൽ നൽകുന്ന മിനിമം വേതനം. 250 രൂപ മുതൽ 500 രൂപ വരെ നഴ്സിംഗ് ഫീയായി സ്വകാര്യ ആശുപത്രികൾ ഈടാക്കുന്നുണ്ടെങ്കിലും 3 വർഷത്തോളമായി ഈ മേഖലയിൽ നഴ്സുമാരുടെ ശമ്പളം വർദ്ധിച്ചിട്ടില്ല. തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ലേബർ കമ്മീഷണറുടെയും പ്രൈവറ്റ് സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. ഈ മാസം 27-ന് വീണ്ടും ചർച്ച നടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർക്കാർ സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥൻ വീണ്ടും DGP ഓഫീസിൽ. സെൻകുമാറിന്റെ വിശ്വസ്തൻ ഗ്രേഡ് SI അനിൽകുമാറാണ് ഓഫീസിലെത്തിയത്. കമ്മീഷണർ ഓഫീസിലേക്ക് സർക്കാർ ഇയാളെ സ്ഥലം മാറ്റിയിരുന്നു.
തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തി ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് സർക്കാർ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ച് വീണ്ടും അനിൽകുമാർ DGP ഓഫീസിലെത്തിയത്. ഉച്ചയോടെ DGP ഓഫീസിലെത്തിയ അനിൽകുമാർ സെൻകുമാറിന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറിലിരുന്ന് ജോലി ചെയ്യുന്നത് കണ്ടതായി വിശ്വസനീയ കേന്ദ്രങ്ങൾ കൈരളി പീപ്പിളിനോട് വെളിപ്പെടുത്തി. DGP സെൻകുമാറിനൊപ്പം കഴിഞ്ഞ കുറെ വർഷങ്ങളായി അനധികൃതമായി ജോലി നോക്കിയിരുന്ന ഗ്രേഡ് ASI അനിൽകുമാറിനെ 3 ദിവസങ്ങൾക്ക് മുൻപാണ് സർക്കാർ കമ്മീഷണർ ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയത്. 1 മാസം മുമ്പ് സ്ഥലമാറ്റ ഉത്തരവ് ഇറങ്ങിയെങ്കിലും അത് അനുസരിക്കാൻ കൂട്ടാക്കാതെ അനിൽകുമാർ സെൻകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ തുടർന്നത് വിവാദമായിരുന്നു. ഇതേ തുടർന്ന് ആഭ്യന്തര സെക്രട്ടറി സുബ്രതോ ബിശ്വാസാണ് അനിൽകുമാറിനെ സ്ഥലം മാറ്റി വീണ്ടും ഉത്തരവ് ഇറക്കിയത്. എന്നാൽ തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്ത ഉടൻ അനിൽകുമാർ വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി 2 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചു. സ്വകാര്യ ആവശ്യത്തിന് ലീവെടുത്ത അനിൽകുമാർ DGP ഓഫീസിലെത്തി ഔദ്യോഗിക കമ്പ്യൂട്ടർ ഉപയോഗിച്ചത് സർക്കാരിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ന്യൂസ് ഡെസ്ക്. കൊച്ചി തീരത്ത് അപകടമുണ്ടാക്കിയ കപ്പൽ കടലിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ആംബർ തന്നെയെന്ന പരിശോധനയിൽ വ്യക്തമായി. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കപ്പൽ കൊച്ചി തീരം വിടുന്നത് മറൈൻ മെർക്കന്റൈൽ വിഭാഗം തടഞ്ഞു. ക്യാപ്റ്റനെയും നാവികനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കപ്പലിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ ഡീകോഡ് ചെയ്ത് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് അപകടമുണ്ടാക്കിയ കപ്പൽ ആംബറൽ തന്നെയെന്ന് വ്യക്തമായത്. ഇക്കാര്യം മറൈൻ മെർക്കന്റൈൽ ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചു. കൊച്ചി തീരത്ത് നിന്ന് 14 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം നടന്നത്. ആ സമയത്ത് അപകട സ്ഥലത്തുണ്ടായിരുന്നത് ആംബറൽ തന്നെയെന്ന് ലോഗ് ബുക്ക് പരിശോധനയിലൂടെ വ്യക്തമായി. ക്യാപ്റ്റൻ ജോർജിയാനാക്കിസ്, നാവികൻ സെവാന എന്നിവർ ഉൾപ്പെടെ 3 പേരാണ് ഉത്തരവാദികളെന്നും വ്യക്തമായിട്ടുണ്ട്. ഇവരെ ഉടൻ വിശദമായി ചോദ്യം ചെയ്യും. അതിനായി കോസ്റ്റൽ പോലീസിന് നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കപ്പൽ തീരം വിടരുതെന്നാണ് മറൈൻ മെർക്കന്റൈൽ വിഭാഗം നൽകിയിരിക്കുന്ന നിർദ്ദേശം. കപ്പലും ജീവനക്കാരും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കോസ്റ്റൽ പോലീസിന്റെയും കോസ്റ്റ് ഗാർഡിന്റെയും നിയന്ത്രണത്തിലായിരിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് പനി ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി ഉഷാദേവിയാണ് മരിച്ചത്. മെഡിക്കൽ കോളേജിലെ ഫീവർ ICUവിൽ ചികിത്സയിലായിരുന്നു. മകളുടെ വിവാഹം ആഡംബരമായി നടത്തിയതിന് ഗീതാ ഗോപിക്ക് താക്കീത്. CPI ജില്ലാ എക്സിക്യൂട്ടീവാണ് MLA താക്കീത് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് ജനപ്രതിനിധി എന്ന നിലയിൽ ജാഗ്രത വേണമായിരുന്നുവെന്നും അനാവശ്യ വിവാദങ്ങൾക്ക് വഴിതെളിച്ചുവെന്നും ജില്ലാ എക്സിക്യൂട്ടീവ്. കൊച്ചി മെട്രോ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഫലം കണ്ടു. E. ശ്രീധരനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മെട്രോയുടെ ഉദ്ഘാടന വേദിയിലുണ്ടാകും. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയിപ്പ് നൽകി. ഇവരെ ഉൾപ്പെടുത്തിയ പുതിയ പട്ടികയും സംസ്ഥാനത്തിന് കൈമാറി. E. ശ്രീധരൻ, പ്രതിപക്ഷ നേതാവ് PT തോമസ് MLA എന്നിവരെ വേദിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കത്തയച്ചിരുന്നു. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തിരുത്തിയ പുതിയ അറിയിപ്പ് വന്നത്. മെട്രോ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഒരുക്കങ്ങൾ വിലയിരുത്താൻ മെട്രോമാൻ E. ശ്രീധരൻ മെട്രോ സ്റ്റേഷനുകൾ സന്ദർശിച്ചു. ഉദ്ഘാടന ചടങ്ങിലേക്ക് തന്നെ ക്ഷണിക്കാത്തതിൽ പരാതിയോ പരിഭവമോ ഇല്ലെന്നും ക്ഷണിച്ചാൽ വേദിയിലുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മെട്രോ 2ാം ഘട്ട നിർമ്മാണത്തിന് DMRCയുടെയോ തന്റെയോ ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന ചടങ്ങിൽ തന്നെ ക്ഷണിക്കാത്തതിൽ പരാതിയോ പരിഭവമോ ഇല്ലെന്ന് E. ശ്രീധരൻ പറഞ്ഞു. സംഭവം വിവാദമാക്കേണ്ട കാര്യമില്ല. ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചാൽ വേദിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് നമ്മൾ ഈ കാര്യത്തിൽ വലിയ വിവാദം ഉണ്ടാക്കരുത്. ഇത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ സുരക്ഷയാണ്. ആ സുരക്ഷ ആ ഏജൻസി അവരെന്താ തീർച്ചയായിട്ടും അതുപോലെ ചെയ്യണം. എല്ലാവർക്കും അത് നിർബന്ധിതമാണ്. ഒരു വിഷമമില്ല. എന്തിനാണ് എവിടെ എന്നെ എന്തിനാ ക്ഷണിക്കേണ്ട ആവശ്യം? ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ ഈ കുട്ടി ഇപ്പോഴല്ലേ പണിയെടുക്കുന്ന ആളല്ലേ, അപ്പം എന്തിനാ ക്ഷണിക്കേണ്ട ആവശ്യം? മെട്രോ 2ാം ഘട്ടത്തിൽ DMRCയുടെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായാണ് അദ്ദേഹം കൊച്ചിയിലെത്തിയത്. രാവിലെ പാലാരിവട്ടം സ്റ്റേഷനിലെത്തി സൗകര്യങ്ങൾ E. ശ്രീധരൻ വിശദമായി പരിശോധിച്ചു. തുടർന്ന് മെട്രോ ട്രെയിനിൽ ആലുവ വരെ അദ്ദേഹം യാത്ര ചെയ്തു. ഇതിനിടെ E. ശ്രീധരനെ ചടങ്ങിന് ക്ഷണിക്കാത്തത് മര്യാദകേടായി പോയെന്ന് KV തോമസ് MP പറഞ്ഞു. വീണ്ടും മെസ്സേജ് PMOയിലേക്ക് പോയിട്ടുണ്ട്. ഗവൺമെൻറ് ഭാഗത്തു നിന്നും അല്ലാതെയും പോയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി PMOയാണ് തീരുമാനമെടുക്കേണ്ടത്. കാരണം ഇത് ഇന്ത്യയിലെ മറ്റ് മെട്രോ പ്രോജക്റ്റിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രോജക്റ്റാണ്. ഉദ്ഘാടനത്തിന് 2 ദിവസം കൂടി ശേഷിക്കെ ഒരുക്കങ്ങൾ കൊച്ചിയിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. സുരക്ഷയുടെ ഭാഗമായി ഇതിനകം തന്നെ പോലീസിനെ വിവിധ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചു കഴിഞ്ഞു. പ്രധാന വേദിയായ കലൂർ സ്റ്റേഡിയത്തിലെ വേദി നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊല്ലം പിറവന്തൂർ സ്വദേശിനിയായ യുവതിക്ക് നേരെ ആസിഡാക്രമണം. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവാണ് യുവതിയുടെ ദേഹത്ത് ആസിഡ് ഒഴിച്ചത്. യുവതിയെ മർദ്ദിച്ചവശയാക്കിയ ശേഷമായിരുന്നു ആസിഡാക്രമണം. സ്ത്രീധനം കൂട്ടി നൽകാത്തതിന്റെ പേരിൽ ഭർത്താവ് ബിനു ധന്യയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 6-ാം തീയതി ബിനുവിന്റെ ചെങ്ങന്നൂരുള്ള വീട്ടിൽ വെച്ചായിരുന്നു ആസിഡ് ആക്രമണം. തടികൊണ്ട് അതിക്രൂരമായി അടിച്ചു പരിക്കേൽപ്പിച്ച ശേഷം ധന്യയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാനായിരുന്നു ശ്രമം. ധന്യ കൈകൊണ്ട് തട്ടിയതിനാൽ ആസിഡ് മുഖത്ത് വീണില്ല. എന്നാൽ ദേഹത്ത് പല ഭാഗത്തും ആസിഡ് വീണ് പൊള്ളലേറ്റു. കുഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് എന്താ അവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചോണ്ടാ എന്റെ കഴുത്തിനൊക്കെ കൊട്ടിപ്പിടിച്ച്
ഇങ്ങനെ അടിച്ചത് വലിയ പട്ടിയിലെടുത്ത് അടിക്കുമായിരുന്നു. അടിച്ചിട്ട് പിന്നെ അതിന് പുറത്തോട്ട് ഇറങ്ങി പോയിട്ട് ആസിഡ് എടുത്തുകൊണ്ട് വന്ന് മുഖത്തോട് ഒഴിക്കാൻ വന്നത്. അപ്പോൾ തട്ടിയ വഴിക്ക് അതുകൊണ്ട് ഇങ്ങനെ ചെള്ളയ്ക്ക് ഇങ്ങനെ ഡ്രസ്സിന്റെ ഭാഗത്തുമായിട്ട് വീണതാണ്. ധന്യയുടെ ശരീരമാസകലം നീലിച്ച പാടുകളാണ്. 20 പവനും 50,000 രൂപയും ബിനു ശ്രീധരമായി വാങ്ങിയിരുന്നു. ഇനിയും 2 ലക്ഷം രൂപ കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ബിനുവിന്റെ ആക്രമണം. ഒരാഴ്ചയോളം ധന്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇവർക്ക് 2 പെൺകുട്ടികളാണ്. പോലീസ് കേസെടുത്തെങ്കിലും ബിനുകുമാർ ഒളിവിലാണ്. പുനലൂർ പോലീസ് കേസ് ഡയറി ചെങ്ങന്നൂർ പോലീസിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തനിക്ക് നേരെയുണ്ടായ ആക്രമണം കരുതിക്കൂട്ടിയുള്ളതെന്ന് ധന്യകൃഷ്ണൻ പീപ്പിളിനോട്. മുറിവുകൾ ഉണങ്ങുന്നില്ലെന്നും ധന്യകൃഷ്ണൻ പീപ്പിളിനോട് പ്രതികരിച്ചു. പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ഒന്നിനും പോകുന്നത് എങ്ങനെയും എനിക്ക് അന്നേരം ഈ പുള്ളി ഭയങ്കര വേദനയായിട്ട് എങ്ങനെയും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോകാന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ കൊച്ചുമോള് മാത്രമേ ഉള്ളൂ എന്റെ കൂടെ. അപ്പൊ വലിയ മോള് അവരവിടെ വെച്ചേക്കും, എന്റെ കൂടെ വിട്ടില്ല. അന്നേരം ഞാൻ ഈ പോരുന്ന സമയത്ത് കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഇത്ര അടി തലയിലൊക്കെ ഒത്തിരി അടിച്ചിട്ടുണ്ട്. എനിക്ക് ഒട്ടും വയ്യാതെ ഞാൻ അവിടുന്ന് പോരുന്നത്. അപ്പൊ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വരാനൊന്നും പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു. പിന്നെ തന്നെയല്ല രാത്രി ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രാവിലെ ഞാൻ പോരാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് റോഡിലിട്ട് ഭയങ്കര അടി ഇടിയുമായിരുന്നു. അന്നേരം ആനക്കൊമ്പ് കൈവശം വെച്ച കേസിൽ നടൻ മോഹൻലാലിനെതിരെയുള്ള വിജിലൻസ് ത്വരിത പരിശോധന ഹൈക്കോടതി റദ്ദാക്കി. ത്വരിത പരിശോധനയ്ക്ക് ഉത്തരവിട്ട മൂവാറ്റുപുഴ വിജിലൻസ് കോടതി വിധിക്കെതിരെ മോഹൻലാലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അന്നത്തെ വനം മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരായ അന്വേഷണവും റദ്ദാക്കിയിട്ടുണ്ട്. വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മോഹൻലാൽ സമർപ്പിച്ച ഹർജി അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ത്വരിത പരിശോധന റദ്ദാക്കിയത്. ആനക്കൊമ്പ് കൈവശം വയ്ക്കാൻ സർക്കാർ അനുമതിയുണ്ടെന്നും കേസ് നിലനിൽക്കില്ലെന്നുമായിരുന്നു മോഹൻലാലിന്റെ വാദം. സർക്കാർ അനുമതി നൽകിയ സാഹചര്യത്തിൽ ത്വരിതാന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മോഹൻലാലിന്റെ കൊച്ചിയിലെ വസതിയിൽ നടന്ന റെയ്ഡിലായിരുന്നു ആനക്കൊമ്പ് പിടിച്ചെടുത്തത്. വനം വകുപ്പ് കേസെടുത്തെങ്കിലും പിന്നീട് മോഹൻലാൽ നൽകിയ അപേക്ഷയിൽ ആനക്കൊമ്പ് കൈവശം വയ്ക്കാൻ സർക്കാർ അനുമതി നൽകുകയായിരുന്നു. അന്നത്തെ വനം മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജിയിലായിരുന്നു മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ത്വരിത പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. ഇതിനെതിരെയുള്ള ഹർജിയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരായ ത്വരിത പരിശോധനയും ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാറ്റൂരിൽ ഫ്ളാറ്റ് വാങ്ങിയവരുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്താനാകില്ലെന്ന് ലോകായുക്ത. കേസ് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ 10 ദിവസത്തിനകം ഫ്ളാറ്റ് നിർമ്മാതാക്കൾ ഫ്ളാറ്റ് വാങ്ങിയവരെ അറിയിക്കണമെന്നും ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം നൽകണമെന്നും ലോകായുക്ത ആവശ്യപ്പെട്ടു. കേസന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ പട്ടിക പുറത്തുവിടുന്നതിൽ തെറ്റില്ലെന്നും ലോകായുക്ത നിരീക്ഷിച്ചു. ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് അനുകൂലമായുള്ള ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തത വരുത്താൻ കോടതിയെ സമീപിക്കാനും ലോകായുക്ത തീരുമാനിച്ചു. പുതിയ മദ്യനയത്തിനെതിരെ KCBC മദ്യവിരുദ്ധ സമിതിയുടെയും കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയുടെയും നേതൃത്വത്തിൽ ഈ മാസം 19-ന് പ്രതീകാത്മക നിൽപ്പ് സമരം സംഘടിപ്പിക്കും. എറണാകുളം ടൗൺ ഹാളിന് മുന്നിൽ നടക്കുന്ന നിൽപ്പ് സമരത്തിൽ 1001 പേർ പങ്കെടുക്കുമെന്ന് സംസ്ഥാന ചെയർമാൻ ജസ്റ്റിസ് PK ഷംസുദ്ദീൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 101 പേരുടെ അഖണ്ഡ മദ്യവിരുദ്ധ സന്ദേശ പ്രസംഗങ്ങളും നടക്കും. വയനാട് കൽപ്പറ്റ വലിയ പള്ളിയിലെ നോമ്പുതുറ ഓരോ വർഷവും വ്യത്യസ്തമായാണ് നടക്കാറ്. ഇത്തവണ 1000 പേർക്ക് ഓരോ ദിവസവും ഭക്ഷണം നൽകിയാണ് നോമ്പുതുറ സംഘടിപ്പിച്ചു വരുന്നത്. നോമ്പുതുറയ്ക്കൊപ്പം പ്രത്യേക പ്രാർത്ഥനകളും ഇവിടെ നടക്കുന്നുണ്ട്. വിശുദ്ധ മാസത്തിൽ പുണ്യകർമ്മങ്ങളിൽ മുഴുകുകയാണ് 3000-ലധികം കുടുംബങ്ങളുടെ വലിയ പള്ളി. സമൂഹ വിവാഹവും മറ്റു കാരുണ്യ പ്രവർത്തനങ്ങളുമായി നിലകൊള്ളുന്ന ഇവിടം ഈ റംസാനിൽ ഒട്ടേറെ പേർക്ക് നോമ്പുതുറയ്ക്കുള്ള വിഭവങ്ങളൊരുക്കി കാത്തിരിക്കുന്നു. തൊഴിലാളികളും നഗരത്തിലെത്തുന്ന സഞ്ചാരികളുമെല്ലാം നോമ്പുതുറയ്ക്കായി ഇവിടെ എത്തുന്നു. 700 മുതൽ 1000 പേർ വരെ ദിനമെത്താറുണ്ട്. റമദാനിലെ പ്രത്യേക പ്രാർത്ഥനകൾക്കായി മറ്റു പ്രദേശങ്ങളിൽ നിന്ന് പോലും വിശ്വാസികൾ ഇവിടെ എത്തുന്നു. പള്ളിയിൽ ഏതാണ്ട് 1000-ഓളം ആളുകൾ കൂടുന്നത് തീർത്തും അതിലധികവും ഭൂരിപക്ഷവും അർഹരും ആവശ്യക്കാരുമാണ്. യാത്രക്കാർ, ചെറിയ വേതനത്തിന് ജോലി ചെയ്യുന്നവർ, വാഹനം ഓടിക്കുന്നവർ, അവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് അപ്പോൾ അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, അതാണല്ലോ നമ്മൾ ആവശ്യക്കാരനാണല്ലോ കൊടുക്കേണ്ടത്. അതൊരു ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഈ നോമ്പുതുറയുടെ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉറപ്പാണ് എന്ന് പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരുപാട് ആളുകൾ കൂടി നടത്തുന്നൊരു പ്രാർത്ഥന, അതും ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു സമയത്ത് നടത്തുന്ന പ്രാർത്ഥന, അത് വളരെ പ്രാധാന്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പല ആളുകളും പല ഭാഗത്തു നിന്നും പ്രാർത്ഥനയ്ക്ക് കൂടി ഇവിടെ എത്തുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പള്ളിയുടെ മുകൾ ഭാഗത്താണ് നോമ്പുതുറയ്ക്ക് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്ത വിഭവങ്ങളാണ് തയ്യാറാക്കുക. സന്മനസ്സുകളുടെ സഹകരണവും നോമ്പുതുറയ്ക്ക് ലഭിക്കാറുണ്ട്. വർഷങ്ങളായി തുടരുന്നതാണെങ്കിലും ഇത്തവണ കൂടുതൽ ആളുകൾ എത്തുന്നു. അതിനാൽ തന്നെ വിപുലമായ സൗകര്യങ്ങളൊരുക്കിയാണ് വലിയ പള്ളിയിലെ നോമ്പുതുറ സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. BJP സർക്കാരിനെതിരെയുള്ള എല്ലാ പ്രക്ഷോഭങ്ങളും അടിച്ചമർത്താൻ മധ്യപ്രദേശിന് പോലീസിന് കർശന നിർദ്ദേശം. കർഷക സംഘടനകൾ യോഗം ചേരുന്നതിലും വിലക്ക്. 4-ൽ കൂടുതൽ ആളുകൾ സംഘടിച്ചാൽ ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്യും. ഇനി മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ.
സംഘ് തുടങ്ങി 7ഓളം കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് രാജ്യം കണ്ട സമാനതകളില്ലാത്ത കർഷക പ്രക്ഷോഭം മധ്യപ്രദേശിലെ മൻസൂറിൽ നടന്നത്. എന്നാൽ ആവശ്യങ്ങൾക്കായി സർക്കാരിനെതിരെ സംഘടിക്കാനോ സമരം ചെയ്യാനോ ആകാത്ത ഗതികേടിലാണ് മൻസൂറിലെ കർഷകർ ഇപ്പോൾ. സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധത്തിനും അവസരമൊരുക്കാതെ സംഘടിക്കുന്നവരെ ഉടൻ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. രാത്രികാലങ്ങളിൽ മുഴുവൻ സമയ കർഫ്യൂ. അതിനാൽ തന്നെ കർഷക രാഷ്ട്രീയ സംഘടനകൾക്ക് സംഘടിക്കാനോ പ്രതിഷേധിക്കാനോ മൻസൂറിൽ കഴിയില്ല. ശബ്ദമുയർത്തി പ്രതിഷേധിക്കാനിറങ്ങിയവരെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയ ഭയപ്പാടിലാണ് ഇപ്പോഴും കുടുംബങ്ങൾ. അതിനാൽ തന്നെ വീണ്ടും സമരത്തിനിറങ്ങാൻ ഇവർ മടിക്കുന്നു. हमारा भी फर्ज बनता है, हम भी किसान हैं, इसलिए आंदोलन किया। കർഷക പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകി ഒരു ദേശീയ നേതാക്കളെ പോലും ജില്ലയിലേക്ക് പ്രവേശിപ്പിക്കരുതെന്നും പോലീസിന് കർക്കശ നിർദ്ദേശമുണ്ട്. നഗരജീവിതം സാധാരണഗതിയിലേക്ക് എത്തുമ്പോഴും കാർഷിക പ്രതിസന്ധിയിലെ പ്രതിഷേധം അടിച്ചമർത്തപ്പെടുന്നതിന്റെ ഗതികേടിലാണ് മൻസൂറിലെ കർഷകർ. മധ്യപ്രദേശിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ.